ഇന്ന് തൃക്കാർത്തികയാണ്. വൃശ്ചിക മാസത്തിൽ കാർത്തികയും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക. തൃക്കാർത്തിക ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സന്ധ്യാനേരമാകുമ്പോൾ ഇതുപോലെ ദീപങ്ങളെല്ലാം തന്നെ തെളിയിക്കുമെന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും എല്ലാം മൺചിരാതുകളും വിളക്കുകളും എല്ലാം തെളിയിച്ച് ആ വെളിച്ചത്തിൻ്റെ ഒരു ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലും വരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇങ്ങനെ ദീപാലങ്കരിതമാക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്ര പരിസരമാണെങ്കിലും ഇവിടെ നിറയെ നമുക്ക് കാണാൻ കഴിയുന്നത് വിളക്കുകളും മൺചിരാതുകളുമാണ്. ഇവിടെ എത്തിയിട്ടുള്ളവർ അതെല്ലാം തന്നെ തെളിയിച്ചുകൊണ്ട് ഈ ക്ഷേത്ര പരിസരം ആകെ മനോഹരമാക്കുകയാണ്. നമുക്ക് കാണാം, ഒരുപാട് വിളക്കുകളുണ്ട്, ഒരുപാട് മൺചിരാതുകളുണ്ട്. ഇതെല്ലാം തെളിയിക്കാനായി ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണേലും ഭക്തരാണേലും എല്ലാം തന്നെ ഇവിടെ എത്തി ഈ ഒരു തൃക്കാർത്തിക ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. തൃക്കാർത്തികയെ സംബന്ധിച്ചിടത്തോളം തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് താരകാസുരനെ നമ്മുടെ സുബ്രഹ്മണ്യ ഭഗവാൻ വധിച്ച ദിവസം എന്നതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് പാർവതീദേവി കാർത്യായനി ഭഗവതിയായി മാറിയ ദിവസം എന്നുള്ളതാണ്. അങ്ങനെ ഐതിഹ്യപരമായും വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഈ ദിവസം. ഈ ദിവസം നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങൾക്ക് പറ്റിയൊരു ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നെല്ലാം തന്നെ കേട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ളവരോടും ചോദിച്ചു നോക്കാം, എന്താണ് ഈ തൃക്കാർത്തികയുടെ ഐതിഹ്യം, എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്നെന്ന്. ചേട്ടാ, ഈ തൃക്കാർത്തികയായിട്ട് ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് എന്താണെന്നൊന്ന് നമ്മളോടും കൂടി ഒന്ന്. ദേവിയുടെ ജന്മനാളാണ് തൃക്കാർത്തിക എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ദേവീക്ഷേത്രങ്ങളിലാണ് തൃക്കാർത്തിക കൂടുതലുമായിട്ട് നടത്തുന്നതും ആഘോഷിക്കുന്നതുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെല്ലാം തൃക്കാർത്തിക നാളിൽ ദീപം തെളിച്ച് ഇതുപോലുള്ള ചിരാതുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ തെളിച്ച് വളരെ ഭംഗിയായിട്ട് ദേവിയുടെ ആ ജന്മദിനം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു എന്നാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്നത്. നമ്മൾ വീടുകളിലൊക്കെ എങ്ങനെയാണ് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താറ്? വീടുകളിലെല്ലാം ദീപം തെളിച്ച്, അതായത് ഇതുപോലെ ചിരാതുകളിൽ ദീപം തെളിച്ച് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ദീപം തെളിച്ച് ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അതാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭഗവതി ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലുമാണ് ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും കൂടുതൽ സവിശേഷതയുള്ളത്. നല്ലൊരു ദിവസമായിരിക്കണം എന്നുള്ളതിനാൽ തന്നെ വീടും പരിസരവും എല്ലാം തന്നെ വൃത്തിയാക്കി വിളക്കുകൾ തെളിയിക്കുന്നു. ക്ഷേത്രത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ മുഴുവൻ ദീപാലങ്കൃതമാണ്, ദീപങ്ങളാണ്, വിളക്കുകളാണ്, ഇതെല്ലാം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വിളക്കുകളെല്ലാം തന്നെ തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഐശ്വര്യപൂർണ്ണമാവണം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും നന്നാവണം എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഈ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലുള്ളത്. ആഗ്രഹ സാഫല്യമാണ് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ള ഒന്ന്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്കിനി വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതെല്ലാം തന്നെ നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ദിവസം പ്രധാനമായും ഇവിടെ എത്തുന്ന ഭക്തർക്കെല്ലാം തന്നെ ഉള്ളത്. ഈ ദേവീക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെയധികം തിരക്കാണ്. കുമാരനല്ലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും അതുകൂടാതെയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലാണെങ്കിലും ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ തന്നെ വിളക്കുകളാൽ മനോഹരമാക്കി തീർക്കും. ഇന്നത്തെ ദിവസവും ഇനിയുള്ള ദിവസങ്ങളും നന്നാവണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഒരു വിളക്ക് കൊളുത്തുമ്പോൾ അത് കൂടുതൽ നല്ലതാണ്, ഇനിയുള്ള ദിവസങ്ങൾ പ്രകാശപൂരിതമാകും. അല്ലെങ്കിൽ ഈ വിളക്ക് പോലെ തന്നെ, ഈ വിളക്കിൻ്റെ പ്രകാശം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രകാശം ഉണ്ടാകണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് കൂടുതലായും ഇവിടെ വരുന്നവർക്കെല്ലാം തന്നെ ഉള്ളത്. തൃക്കാർത്തിക ആയതുകൊണ്ട് തന്നെ ഇന്നെല്ലാം തന്നെ വീടുകളിൽ പുഴുക്കുകളും അടയും എല്ലാം തന്നെ നേദിക്കും. അതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സവിശേഷത. തൃക്കാക്കര പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.